തകർന്ന പഴശ്ശി കനാൽ പുനർനിർമ്മിക്കാൻ തിരുവനന്തപുരത്ത് ജലസേചന വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. 3 കോടി രൂപയുടെ പ്രവൃത്തിക്ക് സർക്കാർ അനുമതി നൽകും. പഴശ്ശി പദ്ധതിയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ച് യോഗത്തിൽ വിശദീകരിച്ചതായും പദ്ധതി പ്രദേശം നേരിട്ട് സന്ദർശിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായും MLA VK സനോജ് പറഞ്ഞു. ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. കഴിഞ്ഞ ദിവസമാണ് പഴശ്ശി പദ്ധതിയുടെ മെയിൻ കനാലിന്റെ ഭാഗമായ അണ്ടർ ടണൽ തകർന്നതിനെ തുടർന്ന് തെളുപ്പ് തേക്കിൻകാട് കനാൽ 2ആയി വേർപെട്ടത്. ഇതിനെ തുടർന്ന് 8ഓളം വീടുകൾ വെള്ളത്തിനടിയിലാവുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തിരുന്നു. MLA VK സനോജ് വിഷയത്തിന്റെ ഗൗരവം അപ്പോൾ തന്നെ ജലസേചന വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് മട്ടന്നൂർ, കീഴല്ലൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയും ജലസേചന വകുപ്പിന്റെയും ജല അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള യോഗം തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചേർത്തത്. കണ്ണൂർ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ അധികാരികളും യോഗത്തിൽ പങ്കെടുത്തു. പഴശ്ശി പദ്ധതിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് MLAയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് അടിയന്തര പ്രാധാന്യത്തോടെ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാനും അതിനായി 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉടൻ തയ്യാറാക്കി ക്യാബിനറ്റ് അംഗീകാരത്തിനായി അവതരിപ്പിക്കാനും തീരുമാനിച്ചു. എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ IDRBയെ ചുമതലപ്പെടുത്തുകയും 1 മാസത്തിനകം പരിശോധന നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകും. പഴശ്ശി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തെളുപ്പ് പ്രദേശത്തെ UT തകർന്നുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര യോഗം ഇവിടെ ചേരുകയുണ്ടായി. യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം സാന്നിധ്യമുണ്ടായിരുന്നു. തകർന്ന ആ അണ്ടർ ടണൽ പുനർനിർമ്മിക്കാൻ വേണ്ടി 3 കോടിയുടെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അടുത്ത ക്യാബിനറ്റോടുകൂടി അതിന് അനുമതി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ കനാൽ കരയിൽ കൂടിയുള്ള റോഡും പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വെള്ളം കയറിയ വീട്ടുകാർക്ക് അടിയന്തര സഹായമായി തുക അനുമതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഒരാഴ്ചക്കകം റിപ്പോർട്ട് ശേഖരിച്ച് ആ തുക നടപടിയിലേക്ക് പോകുന്ന യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, PWD ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സാന്നിധ്യത്തിൽ ഗവർണിംഗ് മിഷൻ നടത്തിയിട്ടാണ് അതിന്റെ സംബന്ധിക്കുന്ന കാര്യത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓണത്തിനു മുൻപ് ബാധിക്കപ്പെട്ട കുടുംബങ്ങൾക്കുള്ള അടിയന്തര ധനസഹായം നൽകാനും യോഗത്തിൽ തീരുമാനമായി. ഇതിനായി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. മന്ത്രി നേരിട്ട് പദ്ധതി പ്രദേശം അടുത്ത മാസത്തോടെ സന്ദർശിക്കും. പഴശ്ശി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിപുലമായ യോഗം വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ ചേരാനും വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പദ്ധതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും തീരുമാനിച്ചു. മട്ടന്നൂരിൽ പഴശ്ശി പദ്ധതിയുടെ പുതിയ ഓഫീസ് തുറക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി MLA പറഞ്ഞു. VK സനോജ് MLA, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C സജീവൻ, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രുതീഷ്, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.